തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൂർത്തീകരിച്ച പദ്ധതികളുടെ പ്രഖ്യാപനവും പുനരുദ്ധാരണം നടത്തിയ മംഗ്ലി തോടിന്റെ ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. ജലസംരക്ഷണം, മണ്ണ് സംരക്ഷണം, അതുപോലെ കൃഷി, ഇതിനെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ടൊരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു കാര്യമായിരുന്നില്ല. ഒരു 3-4 കൊല്ലത്തെ അധ്വാനം കൊണ്ട് മാത്രം റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളതിനാണ് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പൊ നമ്മുടെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കാണണം എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ പെട്ടെന്ന് വിധി എഴുതി. വലിയൊരു അധ്വാനത്തിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സമയം മന്ത്രിയുടെ തിരക്കിനിടയിൽ MLA എന്ന നിലയിൽ കുറച്ച് സമയമാണ് ഇവിടെ കിട്ടുക. അതിൽ നിന്നൊരു നല്ല പങ്ക് സമയം ഇതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു തയ്യാറെടുപ്പ്, അധ്വാനം, അതിനൊടുവിൽ ഇപ്പോ സുസ്ഥിര തൃത്താലയുടെ നേട്ടങ്ങൾ എല്ലാവർക്കും കാണാനും അനുഭവപ്പെടാനും കഴിയുന്നു. പള്ളിപ്പാടം ALP സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷയായി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോമോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ രാധിക രതീഷ്, PS സുരേഷ് ബാബു, PA അബ്ദുൽ വാഹിദ്, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സൈദലവി, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ A വിശ്വനാഥൻ സ്വാഗതവും ഓവർസിയർ PT ജോസ് നന്ദിയും പറഞ്ഞു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ കോരക്കുഴി നീർത്തടത്തിൽ മൺവരമ്പ്, തെങ്ങിൻതടം, മൺകുളം, മേൽക്കൂര, മഴവെള്ള സംഭരണ, ഫലവൃക്ഷത്തൈ വിതരണം എന്നിവ നടപ്പാക്കി. മംഗ്ലിത്തോട് ആഴവും വീതിയും വർദ്ധിപ്പിച്ച പാർശ്വഭിത്തി നിർമ്മാണം 213.50 മീറ്റർ പൂർത്തീകരിച്ചു. ഇതുവഴി 10 ലക്ഷം ലിറ്റർ ജലം ഭൂമിയിലേക്ക് ശേഖരിക്കുവാനും 506 ഹെക്ടർ പ്രദേശത്തെ മണ്ണും ജലസമ്പത്തും സംരക്ഷിക്കുവാനും സാധിച്ചു. UTV ന്യൂസ്, പാലക്കാട്.